ഹലോ എവ്രി വൺ, വെൽക്കം ടു ഫസീൻസ് ഡയറി. ഞാൻ ഇന്നൊരു സോളോ ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു. ഓസ്ട്രേലിയയിലെ ഒരു ക്യൂട്ട് വില്ലേജായ ഹോൾസ്റ്റാറ്റിലോട്ടാണ് ഞാനിന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് ഹോൾസ്റ്റാറ്റിലോട്ട് പോകാം. ഞാനിപ്പോൾ ഗ്രാസ് ഹൊബാനഫിലാണുള്ളത്. ഇവിടുന്ന് ഈസി എന്ന് പറഞ്ഞ ട്രെയിൻ നമ്മൾ എടുക്കണം. സ്റ്റൈനാക്കിർണി എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങണം. അവിടെ നിന്നൊരു 4 മിനിറ്റ് നമുക്ക് ട്രാൻസ്ഫർ ഉണ്ട്. പ്ലാറ്റ്ഫോം 1-ലാണ് നമ്മുടെ ട്രെയിൻ വന്ന് കിടക്കണേ. ട്രെയിൻ ഇപ്പോൾ ഓൾറെഡി പ്ലാറ്റ്ഫോമിലുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ സ്ക്രീനിൽ ട്രെയിൻ നമ്പറും ടൈമും എല്ലാം കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് 9:45 ട്രെയിൻ എടുത്തു. ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ നമ്മൾ വെബ് ആപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഡെസ്റ്റിനേഷനും മെൻഷൻ ചെയ്യുക. ഒപ്പം ടൈമും ഡേറ്റും സെറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അന്നത്തെ ട്രെയിനിൻ്റെ ലിസ്റ്റ് നമുക്ക് കാണാം. ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും നമുക്ക് ട്രെയിൻ ഉണ്ട്. ആദ്യം 5:45 ട്രെയിൻ ഉണ്ടായിരുന്നു, ഇന്നത് കണ്ടില്ല. അങ്ങനെ നമ്മളിവിടെ ജേർണി ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആ റൂട്ട് ഏതൊക്കെ സ്റ്റോപ്പാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ അടുത്ത ട്രെയിൻ മാറി കയറി. ഇത് ഡയറക്റ്റ് ഹോൾസ്റ്റാറ്റിക്കുള്ളതാണ്. അപ്പോൾ 1 മണിക്കൂർ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് വീണ്ടും റിവർ ക്രോസ് ചെയ്യണം. സോ നമുക്കതിന് ബോട്ട് വേണ്ടി വരും. ഇതൊരു ജസ്റ്റ് ഒരു കുഞ്ഞി പാത മാത്രമേ ഉള്ളൂ. നല്ല നൈസ് വ്യൂ ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഒറ്റ പാതയിലൂടെയാണ് നമ്മൾ പോണ വഴിയൊക്കെ അടിപൊളിയാണ്. ഈ റൂട്ട് പാസ് ചെയ്തപ്പോൾ ശരിക്കും എനിക്ക് ഇറങ്ങി കാണാൻ തോന്നി. ശരിക്കും ഗ്രാസിൽ നിന്ന് ഒരു 3 hour ഉള്ളൂ. പക്ഷേ എനിക്ക് 2 ഡിസ്കൗണ്ട് കാർഡ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഗ്രാസിൻ്റെ തന്നെ ക്ലീമ ടിക്കറ്റും പിന്നെ നമുക്ക് 1 year യുഗൻഡ് OYBBൻ്റെ ടിക്കറ്റും ഉണ്ട്. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ €1.50 ഉണ്ടായിരുന്നുള്ളൂ. അത് ശരിക്കും നല്ലൊരു കാര്യമാണ്. ഈ കാർഡ് ഭയങ്കര ഉപകാരമുള്ള കാർഡാണ്. ഇവിടെ ഗ്രാസിൽ ആണെങ്കിലും ഓസ്ട്രേലിയ എവിടെയാണെങ്കിലും നമുക്ക് ഈ 1 year കാർഡ് കിട്ടും. പ്ലസ് അവിടുത്തെ തന്നെ നമുക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ചീപ്പറായിരിക്കും. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇതാണ് ഹാൾസ്റ്റാറ്റ്. ആ കാണുന്ന വില്ലേജസ് ആണ്. ഈ വീടുകളാണ് അവിടുത്തെ ഭംഗി. പക്ഷെ അതൊരു പ്രത്യേക ഭംഗിയാണ്, നമ്മൾ കാണേണ്ട കാഴ്ചയാണ്. നമ്മൾ അടുത്ത് ചെല്ലുന്തോറും അടിപൊളിയാണ്. കുറേ റീൽസൊക്കെ കണ്ടിട്ടാണ് ഞാൻ പോണത്. ഞാൻ നാട്ടിലുള്ളപ്പോൾ തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബോട്ട് വന്നു. ഞാൻ ടിക്കറ്റ് കൊടുത്ത് ഉള്ളിൽ കയറി. ഒരു €7 ആയിരുന്നു നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിരുന്നത്. ക്യാഷാണ് നമുക്ക് പേ ചെയ്യണം. അങ്ങനെ നമ്മൾ അക്കരയിലെത്തി. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് കൺഫ്യൂഷനായിരുന്നു. എങ്ങനെയായിരിക്കും ഇപ്പോൾ കാണുമ്പോൾ തന്നെ അടിപൊളി, അപ്പോൾ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ പോയി കാണുമ്പോൾ എങ്ങനെയായിരിക്കുന്നു. ഇതാണ് നമ്മൾ വന്ന സൈഡ്. ഞാൻ വന്ന ബോട്ടിൽ ആൾക്കാർ റിട്ടേൺ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തൊക്കെയാണ്. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. കൂടുതലും ഞാൻ ഇന്ത്യൻസിനെയും ജപ്പാനീസിനെയും ഒക്കെയാണ് കണ്ടത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡ് കറങ്ങാമെന്ന് വിചാരിച്ചു. ഈ കാണുന്ന സ്റ്റാച്യൂൻ്റെ അവിടെ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ തൊട്ട് പിന്നിൽ ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു. ഈ കാണുന്ന മ്യൂസിയം 7000 years പഴക്കമുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കിത് കാണാൻ പറ്റില്ല. ടൈം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് നെക്സ്റ്റ് ഡേ വരാൻ പറഞ്ഞു. ഇതൊക്കെ തന്നെയുള്ളൂ ഇവിടെ കാണാനെങ്കിലും എന്തോ ഇവിടെ വന്നപ്പോൾ മനസ്സിന് ഭയങ്കര ആശ്വാസം ഉണ്ടായിരുന്നു. ഇനിയും ഇങ്ങോട്ട് വരാൻ തോന്നുന്നു. അധികം ദൂരമൊന്നുമില്ല, ഒരു 2.25 മണിക്കൂർ യാത്രയുള്ളൂ. അപ്പോൾ ഇനിയും ഞാൻ ഇങ്ങോട്ട് വരുന്നതായിരിക്കും.
ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞൂടാ. ആയുധങ്ങളൊക്കെ കണ്ടു ഞാൻ, എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ തോന്നി, ഞാൻ ക്യാപ്ചർ ചെയ്തു. എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടു. ഞാൻ വെള്ളച്ചാട്ടമാണെന്ന് വിചാരിച്ചേ, പക്ഷേ ഇവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റും, എന്തോ ജർമ്മനിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഇത് ഡ്രിങ്കിങ് വാട്ടർ ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കുറേ നടന്നു. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ മടുപ്പൊന്നും തോന്നിയില്ല. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. തിരിച്ച് പോകണം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ പെട്ടെന്ന് വന്നു. കാരണം ബോട്ടിൻ്റെ സമയം ഏകദേശം ആവാറായി. എന്നാലും കുറേ തിരിച്ച് നടക്കണം. പക്ഷെ എനിക്ക് അവിടെ നിന്ന് പോകാൻ തോന്നിയില്ല. എന്നാലും പോയേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ കുറച്ച് ധൃതിയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്ന് എഡ്ജിലെത്തിയപ്പോൾ കണ്ടത് ഷോപ്സാണ്. കുറേ സൊവനീഴ്സാണ് എല്ലായിടത്തും ഉള്ളത്. ഇത്തിരി എക്സ്പെൻസീവ് ആയിരുന്നു. ഞാൻ റേറ്റൊക്കെ നോക്കി വെച്ചു. നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും വാങ്ങും. പിന്നെ അവിടെ ഒരു ചെറിയ സോൾ സ്റ്റോർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്നൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. അവിടുന്ന് ഡയറക്റ്റ് ഞാൻ റൈറ്റ് സൈഡിൽ പോയി. സോ ഇതാണ് റൈറ്റ് സൈഡിലുള്ള വ്യൂ. ഇവിടെയാണ് നമ്മളുടെ ഇൻസ്റ്റഗ്രാം സ്പോട്ട് ഉള്ളത്. എല്ലാവരും നല്ല തിരക്കായിരുന്നു. എനിക്ക് പിക്ചേഴ്സ് എടുക്കാൻ ഞാൻ കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടിയത്. Yes, that one. Racing through my brain, and I just can't contain this feeling that remains. There she blows again, pulsing through my veins, and I just can't contain this feeling that remains. There she goes again. She calls my name, pulls my train. No one else could heal my pain, but I just can't contain this feeling that remains. There she goes again, chasing down my lane, and I just can't contain this feeling that remains. There she goes again. There she goes again. There she goes again.